ഹായ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ സക്കീസ് കിച്ചൻ. ഇതാദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക പ്ലീസ്. പിന്നെ ഞാനിതിവിടെ കുറേ ദിവസമായി കറി ഉണ്ടാക്കി വെച്ചിട്ട്, പക്ഷേ ഇടാൻ ഞങ്ങൾക്ക് പറ്റാത്തത് കൊണ്ടല്ല, കുറേ എന്താ പറയുക, ഞാനിവിടെ ചന മസാല കടല കുറുമ ഉണ്ടാക്കിയതാണ്. ഞങ്ങളുടെ സ്റ്റൈലിൽ ഉണ്ടാക്കിയതാണ്. അതിന് വേണ്ടി ഒരു മിക്സി ജാറിൽ കുറച്ച് തേങ്ങ, കുറച്ച് കസകസ, കുറച്ച് പെരിഞ്ചീരകം, ഒരു 2 ഗ്രാമ്പ്, ഒരു ഏലക്ക, ഒരു ചെറിയൊരു പട്ടത്തുണ്ട്, ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒരു കറുവേപ്പില പീസ് ഇട്ടിട്ട് നന്നായി അരച്ചെടുക്കുക. അരച്ചിട്ട് നല്ല പേസ്റ്റ് രൂപത്തിലാക്കുക. അത് കഴിഞ്ഞ് ചട്ടി വെച്ചിട്ട് അതിൽ എണ്ണ ഒഴിച്ച് അതിൻ്റെ ഒരു പട്ട, 2 ഗ്രാമ്പ്, ഒരു ഏലക്ക, പെരിഞ്ചീരകം, നല്ല ജീരകം, ഉലുവ, പിന്നെ ബ്രിഞ്ചി ഇല ഇതിട്ടിട്ട് ഒന്ന് ഇതാക്കുക. ഒന്ന് വാടി പൊരിഞ്ഞ പിന്നെ വലിയുള്ളി, 2 പച്ചമുളക് അത് ഇട്ട് ഒന്ന് നന്നായി ഒന്ന് കണ്ണാടി പദം മതി, ഒന്ന് മൊരിഞ്ഞാൽ മതി. അതിന് നല്ല മൊരിയാൻ വേണ്ടി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക. അത് കഴിഞ്ഞ് തക്കാളി ഇടുക. തക്കാളി ഇട്ട് പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് വേഗം തക്കാളി ഒന്ന് ഉടയാൻ വേണ്ടിയിട്ടാണ് ഈ ഉപ്പ് ഇടുന്നത്. അത് കഴിഞ്ഞ് ആവശ്യത്തിന് നമ്മൾ അരച്ച് വെച്ച മസാല അത് ഒഴിച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. പിന്നെ അതിൽ തന്നെ കുറച്ച് മുളക് പൊടി, കുറച്ച് മതി, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മല്ലിപ്പൊടി അതും ഇട്ടിട്ട് ഈ കടല ഇട്ടിട്ട് നമ്മൾ അരച്ച് വെച്ച കടലയുണ്ടല്ലോ അത് ഒഴിക്കുക. അത് ഒഴിച്ച് ഒന്ന് തിളച്ച് 2-3 കുറച്ച് നേരം ഒരു 10 മിനിറ്റ് അങ്ങനെ തിളപ്പിച്ചിട്ട് മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ അതും ഇട്ടിട്ട് ഇറക്കുക. ഇത് ഇടിയപ്പത്തിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. പിന്നെ നോൻപായിട്ട് നമ്മൾ സ്പെഷ്യലായിട്ടൊന്നും ഇടുന്നില്ല. കാരണം നിറയെ പേര്, എത്രയോ പാവപ്പെട്ടവർ ഓരോരോ വീഡിയോ കാണുമ്പോൾ നമുക്ക് സങ്കടം തോന്നണം. ഇതൊക്കെ കാണുമ്പോൾ അവർക്ക് സങ്കടം വിഷമങ്ങളും വരില്ലേ. അതുകൊണ്ട് ദയവായി ഇത് കാണുന്നവരൊന്ന് സപ്പോർട്ട് ചെയ്യുക എനിക്ക് വേണ്ടി പ്ലീസ്. സപ്പോർട്ട്